ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കർണാടക രാഷ്ട്രീയത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം ബി.ജെ.പി.-ജെ.ഡി.എസ് സഖ്യത്തിന്റെ ഭാവി എന്ത് എന്നതാണ്. പ്രജ്വൽ രേവണ്ണ വിവാദം എൻ.ഡി.എക്ക് ലഭിക്കേണ്ട സീറ്റുകളുടെ എണ്ണം കുറയാൻ കാരണമായെന്ന വിലയിരുത്തലാണ് പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. കന്നഡ മണ്ണിൽ 2019-ൽ ബി.ജെ.പി. ഒറ്റയ്ക്ക് മത്സരിച്ച് നേടിയത് 28-ൽ 25 സീറ്റുകൾ. ജെ.ഡി.എസ് സഖ്യം കൂടിയായതോടെ അതേ ആധിപത്യം ഇത്തവണയും തുടരാനാകുമെന്നായിരുന്നു ബി.ജെ.പിയുടെ പ്രതീക്ഷ. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്നുവന്ന ജെ.ഡി.എസ് നേതാക്കൾ ഉൾപ്പെട്ട ലൈംഗിക കേസും വിവാദവും എൻ.ഡി.എ ക്യാമ്പിനെ പിടിച്ചുലക്കി. എക്സിറ്റ് പോളുകളിൽ തരംഗം പ്രവചിച്ചെങ്കിലും പ്രതീക്ഷിച്ച പല സീറ്റുകളും ബി.ജെ.പിക്ക് നഷ്ടമായി. പ്രജ്വൽ രേവണ്ണ കേസ് വ്യാപകമായി ചർച്ചയായതിനു ശേഷം വോട്ടെടുപ്പ് നടന്ന 14 മണ്ഡലങ്ങളിൽ 7ഇടത്ത് കോൺഗ്രസ് അട്ടിമറി വിജയം നേടി. ഇത് ബി.ജെ.പി. അണികളിലും ഒരു വിഭാഗം നേതാക്കളിലും കടുത്ത അതൃപ്തിക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇരു പാർട്ടിയിലെയും പ്രവർത്തകർ തമ്മിൽ ഐക്യമില്ലാത്തത് പ്രചാരണഘട്ടത്തിൽ തന്നെ നേതൃത്വത്തിന് തലവേദനയായിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ പ്രതിസന്ധി. അതേസമയം പരമ്പരാഗതമായി ജെ.ഡി.എസിനൊപ്പം നിന്നിരുന്ന വൊക്കലിഗ വോട്ട് ബാങ്ക് സഖ്യത്തിലൂടെ എൻ.ഡി.എ പാളയത്തിലെത്തി എന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായ ബംഗളൂരു റൂറൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വൊക്കലിഗ വോട്ടുകൾ നിർണായകമായെന്നും ജെ.ഡി.എസ് അവകാശപ്പെടുന്നു. എന്തായാലും ഫലപ്രഖ്യാപനത്തിനു പിന്നാലെ ബി.ജെ.പി.-ജെ.ഡി.എസ് സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ കർണാടകയിൽ സജീവമാണ്. 24 ബംഗളൂരു.